റെയിൻ ഡ്രോപ്സ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലേ കേട്ടോ. കഴുകി വെള്ളം വാലാൻ വെച്ചേക്കുന്ന ഉളുമ്പുനാറ്റം പോകാനായിട്ട്. പിന്നെ കറിവേപ്പില, പുളി ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ടത്, കുടംപുളിയാണ്. പിന്നെ മുളക് പൊടി, ഉപ്പ്, ഉലുവ, വെളിച്ചെണ്ണ, കടുക്, ഇഞ്ചി വെളുത്തുള്ളി അത് കല്ലിലിട്ട് ചതച്ചത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചൂടാകാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കും. ഉലുവയും കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇടുവാണ്, അതും പൊട്ടിക്കോളൂ. ഉലുവയും കടുകും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുവാണേ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളർ മാതിരി. അപ്പം നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ കുറച്ച് ഇടുവാണ്. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടുവേ. ഇതിനകത്ത് 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് പേസ്റ്റ് മാതിരി ആക്കിയിട്ട് കറിയിലേക്ക് ഒഴിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് കഴിയുമ്പോൾ കണ്ടോ, എണ്ണ മാത്രം വേറിട്ട് കിടക്കും. വെളുത്തുള്ളി ഇഞ്ചിയും ഗോൾഡൻ കളറായിട്ട് മാറി കിടക്കും. അങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം പാകമായെന്നാണ്. ഞാൻ കെറ്റിലിൽ തിളപ്പിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം, തിളച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതിപ്പം എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്നേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുളിവെള്ളം ഒഴിക്കാവേ. കാരണം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. കാരണം എണ്ണ തെളിഞ്ഞില്ലെങ്കിൽ മസാലയ്ക്കൊരു പച്ച മണം വരും, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. ഇതാകുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം വലിഞ്ഞ് ചേർന്ന് നല്ല പരുവായിട്ടാണ്. ഞാനിതിലേക്ക് പുളിവെള്ളം ഒഴിക്കുകയാണ്. ഇതൊന്ന് ഇളക്കി, ഇനി ആവശ്യത്തിന് വീണ്ടും വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടം, കരപ്പിൻ്റെ അനുസരിച്ച്. ഞാനൊരു പൊടിക്ക് വെള്ളം ചേർക്കുകയാണ്, കാരണം ഇത് ചട്ടിക്കകത്തിരുന്ന് വറ്റി കഴിയുമ്പം കുറച്ചേ കാണത്തുള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടി ഇടാം പാകത്തിന്. നോക്കിയിട്ടേ ഉപ്പിടത്തുള്ളൂ കേട്ടോ. കറക്റ്റായിരിക്കാൻ തോന്നുന്നു. ഇളക്കിയേ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. മീൻ്റെ അരപ്പ് നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ടിട്ട് മൂടി വെച്ച് അടച്ചു. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇത് വേകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മീൻകറി തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. കണ്ടോ, ഇനി ഉപ്പും പുളിയും നോക്കിയിട്ട് കുറച്ച് ഉലുവപ്പൊടി ഇടും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കറിവേപ്പിലേ. കണ്ടോ, നമ്മുടെ മീൻകറി റെഡിയായി. ഇനി ഇതിനകത്ത് തവിയിട്ട് ഇളക്കത്തില്ല, ചട്ടി എടുത്ത് വട്ടം ചുറ്റിക്കത്തേ ഉള്ളേ. ഇതേ നോക്കി നമ്മുടെ മീൻകറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ചേർക്കാനില്ല. ഇനി ഉപ്പും മുളകും പുളിയൊക്കെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെയാണ് ഞാൻ സാധാരണ മീൻകറി വെക്കാറുള്ളത്. ഇത് മീൻകറി ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. വീണ്ടും കാണും വരെ ബൈ ബൈ.